നിയമാവർത്തനം 29 അധ്യായം. മോശ ഇസ്രായേൽ മുഴുവനെയും വിളിച്ച് അവരോട് പറഞ്ഞു, കർത്താവ് നിങ്ങളുടെ കൺമുമ്പാകെ ഈജിപ്ത് ദേശത്ത് വെച്ച് ഫറവോയോടും അവൻ്റെ എല്ലാ സേവകരോടും അവൻ്റെ ദേശം മുഴുവനോടും ചെയ്തതെല്ലാം നിങ്ങൾ തന്നെ കണ്ടതാണല്ലോ. നിങ്ങളുടെ കണ്ണുകൾ കണ്ട കഠിന പരീക്ഷകളായിരുന്നു അവ. ആ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും തന്നെ. എങ്കിലും ഗ്രഹിക്കാൻ ഹൃദയവും കാണാൻ കണ്ണുകളും കേൾക്കാൻ കാതുകളും കർത്താവ് ഇന്നുവരെ നിങ്ങൾക്ക് നൽകിയിരുന്നില്ല. നിങ്ങളെ ഞാൻ മരുഭൂമിയിലൂടെ നയിച്ച 40 വർഷവും നിങ്ങളുടെ മേലുള്ള വസ്ത്രങ്ങൾ ജീർണിച്ചില്ല. നിന്റെ പാദത്തിൽ ചെരിപ്പ് തേഞ്ഞില്ല. നിന്റെ അപ്പം ഭക്ഷിച്ചില്ല. നിങ്ങൾ വീഞ്ഞോ ലഹരിപാനീയങ്ങളോ കുടിച്ചതുമില്ല. ഞാനാണ് നിങ്ങളുടെ കർത്താവെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതിനായിരുന്നു അത്. നിങ്ങൾ ഈ സ്ഥലത്തേക്ക് വരുമ്പോൾ ഹെഷ്ബോൻ രാജാവ് സീഹോനും ബാഷാൻ രാജാവ് ഓഗും നമ്മെ യുദ്ധത്തിൽ നേരിടാനായി പുറപ്പെട്ടു. എന്നാൽ അവരെ നമ്മൾ നിലം പരിചാക്കി. അവരുടെ ദേശം പിടിച്ചടക്കി റൂബൻ, ഗാദ്, മനാസയുടെ ഗോത്രപാതി എന്നിവയ്ക്ക് നമ്മൾ അവകാശമായി കൊടുത്തു. നിങ്ങൾ ചെയ്യുന്നതിലെല്ലാം അഭിവൃദ്ധിപ്പെടേണ്ടതിന് ഈ ഉടമ്പടി വ്യവസ്ഥകൾ നിങ്ങൾ കാത്തുപാലിക്കുകയും അവ അനുഷ്ഠിക്കുകയും വേണം. ഇന്ന് നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഗോത്രത്തലവന്മാർ, ശ്രേഷ്ഠന്മാർ, മേൽനോട്ടക്കാർ എന്നിവരും ഇസ്രായേലിലെ ഓരോ പുരുഷനും നിലയുറപ്പിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഭാര്യമാർ, പാളയമധ്യേ വിറക് വെട്ടുന്നവൻ മുതൽ വെള്ളം കോരുന്നവൻ വരെയുള്ള നിന്റെ പ്രവാസി എന്നിവരും. ഇന്ന് ദൈവമായ കർത്താവ് നീയുമായി ചെയ്യുന്ന നിന്റെ ദൈവമായ കർത്താവിൻ്റെ ഉടമ്പടിയിലും അവിടുത്തെ വാഗ്ദാനത്തിലും നീ പ്രവേശിക്കാനും അതുവഴി അവിടുന്ന് നിന്നോട് സംസാരിച്ചിട്ടുള്ളതുപോലെയും നിന്റെ പിതാക്കന്മാരായ അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ശപഥം ചെയ്തിട്ടുള്ളതുപോലെയും ഇന്ന് നിന്നെ സ്വന്തം ജനമായി സ്ഥാപിക്കാനും അവിടുന്ന് നിനക്ക് ദൈവമായിരിക്കാനും വേണ്ടിയാണത്. നിങ്ങളോട് മാത്രമല്ല ഞാൻ ശപഥപൂർവകമായ ഈ ഉടമ്പടിയും വാഗ്ദാനവും ചെയ്യുന്നത്, മറിച്ച് ഇന്ന് നമ്മോടൊപ്പം ഇവിടെ നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ മുമ്പാകെ നിൽക്കുന്നവനോടും ഇന്ന് നമ്മോടൊപ്പം ഇവിടെ ഇല്ലാത്തവനോടും കൂടെയാണ്. ഈജിപ്ത് ദേശത്ത് നമ്മൾ വസിച്ചിരുന്നതും നിങ്ങൾ കടന്നു പോന്ന ജനതകളുടെ ഇടയിലൂടെ നമ്മൾ കടന്നു പോന്നതും നിങ്ങൾക്കറിയാമല്ലോ. അവരുടെ പക്കലുള്ള മരവും കല്ലും വെള്ളിയും പൊന്നും കൊണ്ടുള്ള അവരുടെ മ്ലേച്ഛതകളും വിഗ്രഹങ്ങളും നിങ്ങൾ കണ്ടതാണല്ലോ. ആ ജനതകളുടെ ദേവന്മാരെ സേവിക്കാൻ ചെല്ലുന്നതിന് നമ്മുടെ ദൈവമായ കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്ന പുരുഷനോ സ്ത്രീയോ കുടുംബമോ ഗോത്രമോ ഇന്ന് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകാതിരിക്കാനും കയ്പുള്ള വിഷഫലം കായ്ക്കുന്ന മരത്തിൻ്റെ വേര് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകാതിരിക്കാനുമാണ് ഈ ഉടമ്പടി. ഈ ശപഥവാക്കുകൾ കേട്ടിട്ടും കുതിർന്നതും വരണ്ടതും ഒന്നുപോലെ എന്ന ഭാവത്തിൽ എൻ്റെ ഹൃദയകാഠിന്യത്തിൽ വ്യാപരിച്ചാലും ഞാൻ സുരക്ഷിതനായിരിക്കും എന്ന് പറഞ്ഞ് അവൻ ഉള്ളിൽ വീമ്പിളക്കുകയാണെങ്കിൽ കർത്താവ് അവനോട് ക്ഷമിക്കാൻ മനസ്സാകുകയില്ല. അപ്പോൾ തീർച്ചയായും കർത്താവിൻ്റെ കോപവും തീക്ഷ്ണതയും അയാൾക്കെതിരെ പുകയും. ഈ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ശാപമൊക്കെയും അവനിൽ പതിയും. കർത്താവ് ആകാശത്തിന് കീഴിൽ നിന്ന് അവൻ്റെ നാമം തുടച്ചു മാറ്റും. ഈ നിയമഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഉടമ്പടിയുടെ എല്ലാ ശാപങ്ങൾക്കും അനുസൃതം കർത്താവ് എല്ലാ ഇസ്രായേൽ ഗോത്രങ്ങളിലും നിന്ന് അവനെ ദുരിതത്തിനായി വേർതിരിക്കും. കർത്താവ് ഈ ദേശത്തിന് വരുത്തിയ വ്രണങ്ങളും രോഗങ്ങളും കാണുമ്പോൾ ഭാവി തലമുറ, അതായത് നിങ്ങൾക്ക് ശേഷമുയരുന്ന നിങ്ങളുടെ സന്താനങ്ങളും വിദൂരദേശത്ത് നിന്ന് വരുന്ന വിദേശിയും പറയും, ഗന്ധകവും നീറുന്ന ഉപ്പുമാണ് അവളുടെ ദേശമാകെ. അത് വിതയ്ക്കപ്പെടുന്നില്ല, ഒന്നും മുളപ്പിക്കുന്നുമില്ല, അതിൽ ഒരു സസ്യവും മുളച്ചു പൊന്തുന്നില്ല. അത് കർത്താവ് തൻ്റെ കോപക്ഷോഭത്താൽ തകിടം മറിച്ച സോദോമിൻ്റെയും ഗൊമോറായുടെയും അത്മായുടെയും സൊബോയിമിൻ്റെയും നാശാവശിഷ്ടം പോലെ ആയിരിക്കുന്നു. എല്ലാ ജനതകളും ചോദിക്കും, എന്തുകൊണ്ടാണ് ഈ ദേശത്തോട് കർത്താവ് ഇപ്രകാരം വർത്തിച്ചത്? എന്തുകൊണ്ട് ഈ വലിയ കോപജ്വലനം? അപ്പോൾ അവർ പറയും, അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ്
അവരെ ഈജിപ്ത് നാട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നപ്പോൾ അവിടുന്ന് അവരോട് ചെയ്തിരുന്ന ഉടമ്പടി അവർ ഉപേക്ഷിച്ചതുകൊണ്ടാണ്. തങ്ങൾ അറിയുകയോ അവിടുന്ന് തങ്ങൾക്ക് ഭാഗധേയമായി നൽകുകയോ ചെയ്തിട്ടില്ലാത്ത ദേവന്മാരെ, അതായത് അന്യദേവന്മാരെ അവർ പോയി സേവിക്കുകയും ആരാധിക്കുകയും ചെയ്തു. അതിനാലാണ് ഈ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ശാപമാകെ ഈ ദേശത്തിന് മേൽ കൊണ്ടുവരാനായി കർത്താവിൻ്റെ കോപം ജ്വലിച്ചത്. കർത്താവ് കോപക്ഷോഭത്തോടും വലിയ ക്രോധത്തോടും കൂടെ അവരെ അവരുടെ മണ്ണിൽ നിന്ന് കടപുഴക്കി മറ്റൊരു ദേശത്തേക്ക് വലിച്ചെറിഞ്ഞു. ഇപ്പോഴെന്ന പോലെ രഹസ്യങ്ങൾ നമ്മുടെ ദൈവമായ കർത്താവിൻ്റേതാണ്. വെളിപാടുകളാകട്ടെ ഈ നിയമത്തിൻ്റെ എല്ലാ വാക്കുകളും അനുസരിക്കേണ്ടതിന് നമുക്കും നമ്മുടെ സന്തതികൾക്കും വേണ്ടി എന്നേക്കുമുള്ളവയാണ്.